ഒരു കച്ചവടം ലാഭത്തിലല്ല എങ്കിൽ ആ കച്ചവടം അവസാനിപ്പിച്ച് അതിൽ നിന്ന് പിൻവാങ്ങി നമ്മൾ പോവുകയും ചെയ്യും. അടിക്കടി ലാഭം ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ കച്ചവടത്തിൽ തുടർച്ചയായി മുന്നോട്ട് പോകാൻ നമുക്ക് പ്രേരണ ഏകുന്നത്. നഷ്ടമാണ് എന്നൊരു മാനസികാവസ്ഥയിലേക്ക് വന്നാൽ അതിൽ നിന്ന് ആളുകൾ പിൻവാങ്ങി പോവുകയും ചെയ്യും. അപ്പൊ ഇതൊരു കച്ചവടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെ വായനകളിലൂടെയാണ്, ചിന്തകളിലൂടെയാണ്, പഠനങ്ങളിലൂടെയാണ്. അങ്ങനെ കാര്യങ്ങളെ ചിന്തിച്ച് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ശരിയായ ഖുർആനിക പഠിതാവായിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവുകയാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശയത്തിലെ ചില ആയത്തുകളാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. കാരണം ഒരു ബിസിനസ് തലങ്ങളിലൂടെ ആളുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. ചില ആളുകൾ വല്ലാത്ത ബിസിയാണ് എന്ന് പറയാറുണ്ട്, ഇപ്പോൾ സമയമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള സമൂഹത്തിലേക്ക്, അവരിലേക്ക് തന്നെയായി പടച്ചറപ്പ് പറയുന്ന ആശയമാണ് യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ഹൽ അദുല്ലുക്കും അലാ തിജാറ, ഒരു കച്ചവടത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ആ കച്ചവടത്തിന്റെ ലാഭം തുൻജീകും മിൻ അദാബിൻ അലീം, വേദനയേറിയ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു കച്ചവടമാണ്. അതുകൊണ്ട് ആ ഒരു കച്ചവടത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്നത് 3 കാര്യങ്ങളിലൂടെയാണ്. തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, ഒന്ന് തുഅ്മിനൂന ബില്ലാഹി, അല്ലാഹുവിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുക, അചഞ്ചലമായ അതിശക്തമായ ഈമാനികമായ ബോധത്തോടുകൂടി മുന്നോട്ട് പോകുക. വറസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മ സമരം നടത്തുകയും ചെയ്യുക. ബിഅംവാലിക്കും വഅൻഫുസിക്കും, ഒന്നാമതായി ജിഹാദിൽ കൊടുക്കേണ്ടത് ബിഅംവാലിക്കും, നിങ്ങൾക്ക് അല്ലാഹു സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ആ സമ്പത്ത് കൊടുക്കണം. വഅൻഫുസിക്കും, സമ്പത്ത് കൊണ്ട് മാത്രം ജിഹാദ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ ശരീരവും അതിൽ സമർപ്പിക്കേണ്ടതുണ്ട്. യംവാലിക്കും അൻഫുസിക്കും ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, ദാലിക്കും അതാകുന്നു ഖൈറുൽ ലക്കും നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത്, ഇൻ കുൻതും തഅലമൂൻ നിങ്ങൾ അറിയുന്നവരാണ്, മനസ്സിലാക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് അതാകുന്നു ഏറ്റവും നല്ലത്. എൻ്റെ വിഷയം തദബ്ബുറുൽ ഖുർആൻ, ഖുർആനികമായ ചിന്തയെക്കുറിച്ചുള്ള ആലോചനകൾ, ഖുർആനികമായ ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സുകളെ കൊണ്ടുവരാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള ചില ആശയങ്ങൾ പങ്കുവെക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ നമ്മൾ ഇപ്പോൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന സമയവും സന്ദർഭങ്ങളുമെല്ലാം ഖുർആനിക വായനയിലൂടെ നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന്, എൻ്റെ പരലോക ജീവിതത്തെ രക്ഷപ്പെടുത്താൻ എനിക്ക് സാധിക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള സമ്പത്തിനെയും എൻ്റെ സമയത്തെയും എൻ്റെ ആരോഗ്യത്തെയും ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മാത്രമേ എനിക്ക് ആ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ്. സ്വർഗത്തിന് വേണ്ടിയാണ് ആളുകൾ പണിയെടുക്കുന്നത്. ഖുർആനിക വായനയിൽ, ഖുർആനിക ചിന്തയിൽ സ്വർഗം വെറുതെ ലഭിക്കും എന്ന് പറയുന്നില്ല. സ്വർഗം നിങ്ങൾക്ക് വേണോ? ഖുർആൻ പഠിപ്പിക്കുന്നത് പണിയെടുത്താൽ മാത്രമേ സ്വർഗം ലഭിക്കുകയുള്ളൂ. അം ഹസിബ്തും അൻ തദ്ഖുലൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും
ويعلم الصابرين أم حسبتم നിങ്ങൾ വിചാരിക്കുകയാണ് അൻ തദ്ഖുലൽ ജന്ന നിങ്ങൾ സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമ സ്വാബിരീൻ നിങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ധർമ്മസമരം നടത്തുന്നവരെയും വയഅലമ സ്വാബിരീൻ ആ മാർഗ്ഗത്തിൽ ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുന്ന ആളുകളെയും തിരിച്ചറിഞ്ഞിട്ടല്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വളരെ വ്യക്തമാണ് ആശയം. ജിഹാദില്ലാതെ ധർമ്മസമരങ്ങളില്ലാതെ പണിയെടുക്കാതെ അധ്വാനിക്കാതെ ഒരിക്കലും സ്വർഗപ്രവേശനം യാഥാർത്ഥ്യമല്ല. മറ്റൊരു ഭാഗത്ത് ഖുർആൻ സൂചിപ്പിക്കുന്നു അം ഹസിബ്തും അൻ തദ്ഖുലൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വദ്ദറാഉ وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب നിങ്ങൾ സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് വിചാരിക്കുന്നു. ഹസിബ്തും അൻ തദ്ഖുലൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് വന്നെത്തിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും വരാതെ സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് വിചാരിക്കുന്നു. മസ്സതുഹുമുൽ ബഅസാഉ വദ്ദറാഉ പ്രയാസങ്ങളും പീഡനങ്ങളും കഷ്ടതകളും യാതനകളുമെല്ലാം അവരെ ബാധിച്ചിരുന്നു. വസുൽസിലു ഹത്താ യഖൂലു റസൂൽ വല്ലദീന ആമനു മഅഹു ദൈവദൂതന്മാർ കിടുകിടാ വിറക്കുന്നു, കൂടെയുള്ള അനുചരന്മാർ വിറവളി കൊള്ളുന്നു. മത്താ നസ്റുല്ലാഹ് എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം ലഭിക്കുക? അല്ലാഹു അറിയിച്ചു അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ് തീർച്ചയായും അല്ലാഹുവിന്റെ സഹായം അടുത്തു തന്നെയുണ്ട്. ആ ഒരു ജിഹാദിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം എന്താണോ ആ ആയുധത്തെ പുതുക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയാണ് ദാഇമാർ എന്ന നിലക്ക് വ്യക്തിപരമായി എന്നോടും നിങ്ങളോടും സൂചിപ്പിക്കുവാനുള്ളത്. മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കാലഹരണപ്പെട്ടു പോകാത്ത ഒരു ദൈവിക ഗ്രന്ഥം നമ്മുടെ കൈകളിലുണ്ട്. അതാണ് നമുക്ക് ഉപയോഗിക്കുവാനുള്ള ഏറ്റവും വലിയ ആയുധം. ആ ആയുധം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ജിഹാദ് നടത്തൂ എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ വലിയ ജിഹാദ് നിങ്ങൾ നടത്തേണ്ടത് ഈ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഈ കിതാബ്. ആ കിതാബിന്റെ ആധുനിക കാലഘട്ടവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ ജീവിതാവസ്ഥകൾ, അത് നമ്മുടെ ജീവിതത്തോട് തട്ടിച്ചു നോക്കുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, മാറുന്ന കാലഘട്ടത്തിൽ പുതിയ പുതിയ ചോദ്യങ്ങളും പുതിയ പുതിയ വെല്ലുവിളികളും ഒക്കെയായി വന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും അതിനെ തടയിടാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള ആശയങ്ങളെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ചിന്തനീയമായ രൂപത്തിലേക്ക് ഖുർആനിക പഠനത്തിലേക്ക് വരാൻ ദാഇമാർ എന്ന നിലക്ക് നമുക്ക് സാധിക്കേണ്ടത്. അവിടെയാണ് തദബ്ബുറുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ ആവർത്തിതമായി വായിച്ചു പോകലല്ല. എല്ലാ ദിവസവും ഞാൻ ഖുർആൻ ഓതുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഖുർആൻ ഓതുന്നുണ്ട്. അതുപോലെ ഖുർആനിന്റെ തഹ്ഫീദുകൾ, ഖുർആനിന്റെ മനഃപ്പാഠമാക്കൽ പ്രക്രിയകൾ വളരെ കൃത്യമായി നടന്നു പോകുന്നു. ഖുർആനിനെ എങ്ങനെ പഠിക്കും? ഹിഫ്ദുൽ ഖുർആൻ നടക്കുന്നുണ്ട്. പക്ഷെ ഖുർആനിനെ സംബന്ധിച്ചിട്ടുള്ള പഠനം ഏത് രൂപത്തിൽ നടക്കണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചിന്തകൾ വളരെ കുറവാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രന്ഥം തന്നെ യഥാർത്ഥത്തിൽ ഇറങ്ങിയിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം. കാരണം ഖുർആൻ സംസാരിക്കുന്നത്
ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ്. നമ്മൾ ദഅവത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഇറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്തോ പലപ്പോഴും സമൂഹത്തിന്റെ മുന്നിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ഏറ്റവും ലളിതമായ ഒരു ആശയം സൂറത്ത് യാസീനിലെ ആയത്താണ്. ഇതാണ് ആയത്ത്. സൂറത്ത് യാസീനിലെ 70-ാമത്തെ ആയത്ത്. لينذر من كان حيا ويحق القول على الكافرين. ഈ ഖുർആൻ ലിയുൻദിറ മൻ കാന ഹയ്യ, ഹയ്യായിട്ടുള്ള ജീവസ്സുള്ളതായ ജീവിച്ചിരിക്കുന്നവരായ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഈ ഖുർആനെ നാം ഇറങ്ങിയിട്ടുള്ളത്. ഖുർആൻ ഇറങ്ങിയ ഒരു കാലഘട്ടത്തിലെ സമൂഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. ആ ഒരു കാലഘട്ടത്തിലെ സമൂഹം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ സമൂഹം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഏതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചുകൊണ്ട് ഖുർആനികമായ ചിന്തകളിലേക്ക് നമ്മുടെ പഠന മേഖലകളെ കൊണ്ടുപോകാൻ ഒരു ദാഇ എന്ന നിലക്ക് എപ്പോഴും നമുക്ക് ശ്രദ്ധയുണ്ടാകണം. അവിടെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനെ കുറിച്ച് ചിന്തിച്ചു നോക്കുന്നില്ലേ? അല്ല, അമലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അവരുടെ ഹൃദയങ്ങളിൽ പൂട്ടിട്ടിരിക്കുകയാണോ? ഇതിന്റെ ഉത്തരം സ്വയം ആദ്യം നമ്മളിലേക്ക് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക എന്നുള്ളതാണ്. ഒരു സമൂഹത്തെ പരിവർത്തനപ്പെടുത്തി എടുക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആദ്യമായി ഉണ്ടാകേണ്ടത് സ്വയം ആ വിഷയത്തിലേക്ക് വരിക എന്നുള്ളത് ഖുർആന്റെ താല്പര്യം. ഈ ആയത്താണ് പാർലമെന്റിൽ എഴുതി വെച്ചിരിക്കുന്ന ആയത്ത്. ഈ ആശയത്തിലേക്ക് വരുന്ന ആയത്താണ്. വലിയ മസ്ജിദ് റഹ്മ പള്ളി നിർമ്മാണം നടത്തിയപ്പോൾ ഒരായത്ത് ഏത് കാലത്തും ആളുകൾക്ക് ഗുണകരമാകണം അല്ലെങ്കിൽ ഒരു ചിന്തക്ക് വിധേയമാകണമെന്ന് മനസ്സിലാക്കി ഒരു ആയത്ത് നമ്മൾ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ പള്ളി പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം. അതില്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും സാധ്യമാവുകയില്ല. ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്ക് ഇന്ന് കുറവില്ല. മദ്രസകൾ എത്രയുണ്ട്? ഹയർ സെക്കൻഡറി മദ്രസകൾ 10,000-കണക്കിനുണ്ട്. അതിന്റെ റിസൾട്ട് ഒക്കെ പുറത്തേക്കൊക്കെ വരാറുണ്ട്. പണ്ടുള്ളതിനേക്കാളും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ സാമ്പത്തിക വളർച്ച, വൈജ്ഞാനിക വളർച്ച ഇതെല്ലാം വളരെ വലുതാണ്. എന്നിട്ടും യഥാർത്ഥമായ ഇസ്ലാമിക സംസ്കാരത്തിലൂടെ ഈ സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ലളിതമായ ഒരു ആയത്താണ്. എന്താണത്? ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അത് ശരിയായിട്ട് യഥാർത്ഥത്തിൽ നമുക്ക് മുന്നോട്ട് പോയാൽ മതി. എങ്കിൽ അതിനകത്ത് വിജയം ഉണ്ടാവുകയുള്ളൂ. നവോത്ഥാനത്തിന്റെ അലയൊലികൾ നടന്നിട്ട് ഏകദേശം 100 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരു നൂറ്റാണ്ട് പിന്നിട്ട നവോത്ഥാന പ്രസ്ഥാനം എന്നൊക്കെ പറയാം. അങ്ങനെ നൂറ്റാണ്ടുകൾ പിന്നിട്ട നവോത്ഥാന പ്രസ്ഥാനത്തിന് കേരളത്തിൽ എവിടെയെങ്കിലും ഒരു മാതൃകാ മഹല്ല് ഏതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത മദീനയിലെ സഹാബാക്കളെ പോലെയുള്ള ഒരു മഹല്ല് ഞങ്ങളുടെ മഹല്ല്. ഞങ്ങൾ ഈ ലോകത്തിന് മുഴുവനായി മാതൃകയായി ജീവിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു സമൂഹമാണ് എന്ന് പറയാൻ സാധിക്കുന്ന നവോത്ഥാനത്തിന്റെ പാരമ്പര്യമുള്ള കേരളത്തിൽ ഏതെങ്കിലും ഒരു മഹല്ലിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം കൊണ്ട് ഈ ലോകത്തിന് വെളിച്ചമായി മാതൃകയായി നിലകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യപ്പെടുത്തി കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളത്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത? ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, കൈഫ കാന ഖുൽഖുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയാണ്? കാന ഖുൽഖുഹു അൽ ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം അത് ഖുർആനായിരുന്നു എന്ന് പഠിപ്പിക്കുന്നുവെങ്കിൽ നമസ്കാരത്തിൽ മനോഹരമായി കേൾപ്പിച്ചു പോകാനുള്ളതല്ല ഈ ഖുർആൻ.
വെള്ളിയാഴ്ച ഇരുന്ന് ഓതിപ്പോകാനുള്ള കഹ്ഫ് സൂറത്ത് മാത്രമായിട്ടുള്ളതല്ല ഈ ഖുർആൻ. റമദാനിൽ ഖത്തം തീർത്ത് തീർക്കാനുള്ളതല്ല ഈ ഖുർആൻ. അത് ജീവിതവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളതാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ അത് പാലിച്ചു. പടച്ചവൻ അത് നിരീക്ഷിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സർട്ടിഫിക്കറ്റ് കൊടുത്തു. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. തീർച്ചയായും താങ്കൾ ഏറ്റവും മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാകുന്നു. അതുകൊണ്ട് അത് കൊടുക്കുന്ന കൈകൾ ശുദ്ധമായി, ആ കൊടുക്കുന്ന കൈകൾക്ക് എവിടെയും കടപിടിച്ചിട്ടില്ല. സ്വയം ജീവിതത്തിൽ കണ്ട് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സമൂഹത്തിന് മുന്നിലേക്ക് അത് എത്തിച്ചു കൊടുത്തപ്പോൾ ആ ഒരു സമൂഹം ലോകത്തിന് മാതൃകയായ സമൂഹമായി മാറുകയും ചെയ്തു. ഖൈറുൽ ഖുറൂൻ ഖർനി. ഏതൊരു കാലഘട്ടത്തിലും ഏറ്റവും ശ്രേഷ്ഠമായ ഉന്നതമായ ഒരു നൂറ്റാണ്ട് എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച ആ ഒരു നൂറ്റാണ്ടാണ്. അതിനുശേഷം പിന്നീട് അത്തരം ഒരു നൂറ്റാണ്ട് ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല. എന്താ കാരണം? അവിടെ ഖുർആനികമായ പഠനം, ഖുർആനികമായ ജീവിതങ്ങൾ അതനുസരിച്ച് കൊണ്ട് തന്നെ മുന്നോട്ട് പോയി. അതുകൊണ്ടാണ് സൂറത്ത് ജുമുഅയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എങ്ങനെയാണ് ഖുർആനികമായി ഇപ്പോഴും നടക്കുന്നത്? വല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും, നിരക്ഷര സമൂഹത്തിൽ നിന്ന് അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ അവരിലേക്ക് അയച്ചു. എന്താണ് അവിടെ ചെയ്തത്? പ്രവാചകൻ അവിടെ ചെയ്തതെന്ത്? നമ്മൾ അവിടേക്ക് എങ്ങനെ ആയിത്തീരണം? അല്ലാഹുവിന്റെ ആയത്തുകൾ അവിടെ ഓതിക്കേൽപ്പിച്ചു. അതിങ്ങനെ ഖുർആനിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഖുർആൻ ഓതുക എന്നാണ്. ഓതുക എന്ന് ഭക്തിയോടുകൂടി പറയുന്ന വാക്കായിക്കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. യഥാർത്ഥത്തിൽ ഓതുക എന്ന വാക്ക് കർണാട്ടിക് ഭാഷയിൽ വായിക്കുക എന്നതിന് പറയുന്ന വാക്കാണ് ഓതുക എന്നത്. അവിടെ മനോരമ ഓതുക, മംഗളം ഓതുക, ചന്ദ്രിക ഓതുക എന്നതാണ് അവിടെ ഉള്ളത്. പക്ഷെ അറബിയിലെ പദത്തിൽ നിന്നുകൊണ്ടാണ് ഖുർആനിക പഠനത്തെയും ചിന്തയെയും നമ്മൾ കൊണ്ടുവരേണ്ടത്. റസൂലുള്ളാഹി അവിടെ ചെയ്തത് യഖറഊന ഖുർആനിനേക്കാൾ കുറച്ചുകൂടി എഫക്റ്റ് ആയിട്ടുള്ള ഒരു ആശയം യത്ലു അലൈഹിം, തലാ യത്ലു തിലാവത്ത്. ഈ പദത്തിൽ നിന്നുകൊണ്ട് ഖുർആനിനെ പഠിക്കാൻ, ചിന്തിക്കുവാൻ ദാഇ എന്ന നിലക്ക് നമുക്ക് സാധിക്കേണ്ടത്. അല്ലാഹുവിന്റെ ആയത്തുകൾ അവിടെ ഓതിക്കേൽപ്പിച്ചു. വാക്ക് തലാ എന്ന വാക്കിൽ, തലാ എന്ന വാക്ക് ഖുർആനിൽ എവിടെയാണ് വന്നിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് പഠിച്ചു നോക്കുക. അശ്ശംസി വദുഹാഹാ വൽ ഖമരി ഇദാ തലാഹാ വശംസി വദുഹാഹാ. ഭൂമി വശംസി വദുഹാഹാ, സൂര്യനും അതിന്റെ പ്രശോഭിതവും തന്നെയാണ് സത്യം. വൽ ഖമരി, ചന്ദ്രൻ തന്നെയാണ് സത്യം. ഇദാ തലാഹാ, ചന്ദ്രൻ അതിനെ അല്ല അവിടെ ഒതുകെന്ന് പറയൂ. ചന്ദ്രൻ അതിനെ ഓതി വരുമ്പോൾ എന്നാണോ? അല്ല, തലാഹ, ചന്ദ്രൻ സൂര്യനെ പിന്തുടർന്ന് വരുമ്പോൾ എന്നാണ്. തല എന്ന വാക്കിന്റെ ആശയം എന്താണ്? എന്താണോ കേൾക്കുന്നത്, എന്താണോ പഠിക്കുന്നത്, എന്താണോ മനസ്സിലാക്കുന്നത്, അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ തിലാവത്തുൽ ഖുർആൻ എന്ന് പറയുന്നത്. അത് കൃത്യമായി നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. അങ്ങനെ ഒരു ഖുർആനികമായ പഠനത്തെ കുറിച്ച് ചിന്തിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയമാകും ഈ ഖുർആൻ. അത് അല്ലാഹുവിൽ നിന്ന് അല്ലായിരുന്നു എങ്കിൽ യഥാർത്ഥത്തിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കുമായിരുന്നു. അഫലാ യതദബ്ബറൂന ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. ചിന്തയിലേക്ക് വരേണ്ടത് എന്തുകൊണ്ട് ഖുർആനിൽ വൈരുദ്ധ്യങ്ങൾ വന്നിട്ടില്ല? ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും വെല്ലുവിളികളും തർക്കങ്ങളും എല്ലാം വന്നിട്ടുണ്ട് എങ്കിലും
വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് ലോകത്ത് ഒരു തരത്തിലുമുള്ള അതിന്റെ ആശയത്തെ തകിടമറിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അപ്പൊ ഖുർആൻ ചോദിക്കുന്നു, നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അല്ലാഹുവല്ലാത്ത മറ്റൊരാളിൽ നിന്നായിരുന്നു എങ്കിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ അതിനകത്തേക്ക് വരുമായിരുന്നു. അപ്പൊ ഇത് ദൈവികമായ ഗ്രന്ഥമാകുന്നു എന്ന പരിപൂർണമായ വിശ്വാസമുള്ള നമുക്ക് മുന്നോട്ടുള്ള വഴികൾ പടച്ചറപ്പ് എളുപ്പമാക്കി തന്നിരിക്കുന്ന ഈ ഖുർആനിനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ എന്ന് ആവർത്തിതമായി ഖുർആൻ പഠിപ്പിക്കുന്നു. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി വഹൽ മിൻ മുദ്ദക്കിർ. വലഖദ് യസ്സർനൽ ഖുർആന, ഈ ഖുർആനിനെ നാം നിങ്ങൾക്ക് എളുപ്പമാക്കിയിരിക്കുന്നു. ലിദ്ദിക്രി, എന്തിനു വേണ്ടി? ഉറ്റാലോചിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ അർത്ഥം വെക്കാറുണ്ട്. തിരിച്ചറിവിന് വേണ്ടി. തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ദിക്റിന്റെ യഥാർത്ഥമായ രാഷ്ട്രീയമായിട്ട് നമുക്ക് പറയേണ്ടത്. ഒരു കാര്യം ശരിയല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ശരിയായ റൂട്ടിലേക്ക് തിരിച്ചു വരിക എന്നതാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോയിൽ കയറി ഇവിടെ എത്തി. അവ ഏകദേശം 3 കിലോമീറ്റർ ദൂരമേ ഇവിടത്തേക്ക് ഉള്ളൂ എന്ന് മനസ്സിലാക്കി. ആ കിലോമീറ്ററിന് ആണ് നിങ്ങൾ പൈസ കൊടുക്കേണ്ടത്. ആ പൈസ 3 കിലോമീറ്ററിന് പകരം 6 കിലോമീറ്ററിന്റെ പൈസയാണ് ഓട്ടോക്കാരൻ എന്നിൽ നിന്ന് വാങ്ങിച്ചത് എന്ന് നിങ്ങൾക്ക് പിന്നീട് ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെട്ട നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ വീണ്ടും അതേ രൂപത്തിൽ പെട്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ദിക്റുണ്ടായിട്ടില്ല എന്നാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് ഈ തിരിച്ചറിവുണ്ടാകണം, ഇത് 3 കിലോമീറ്റർ ഇവിടെയുള്ളൂ, ഈ 3 കിലോമീറ്ററിന്റെ പൈസയെ ഞാൻ തരികയുള്ളൂ, എന്നിടത്തേക്ക് വരിക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ തിരിച്ചറിവിന്റെ യഥാർത്ഥമായ ആശയം. അല്ലെങ്കിലോ ഓടിക്കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഓടുകയാണെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയില്ല. മാറേണ്ടത് യഥാർത്ഥത്തിൽ ഖുർആൻ എന്ന് പറയുന്ന ദിവ്യമായ ഒരു ഗ്രന്ഥം നമ്മുടെ കൈകളിൽ ഉണ്ടാകുന്നു. ആ ഖുർആനിനെ നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അനുസരിച്ചുകൊണ്ട് നാം അതിനെ സ്വീകരിക്കേണ്ടതുണ്ട്. അതിൽ ഖുർആൻ പഠിപ്പിക്കുന്നത്, ഒന്ന്, വിശ്വാസികൾക്ക് ഇത് ഹിദായത്തിന് വേണ്ടി പടച്ചറപ്പ് ഇറക്കി തന്നിട്ടുള്ള ഒന്നാണ്. മറ്റൊന്ന്, നമുക്കുണ്ടാകുന്ന എല്ലാവിധ രോഗങ്ങൾക്കും ശമനമായി കൊണ്ട് പടച്ചറപ്പ് നൽകിയിട്ടുള്ള ഒന്നാണ്. അതേതാണ്? ഇമാം ഫിസ്സുദൂർ എന്ന് പറയുന്ന മാനസികമായ ശാന്തിക്കും സമാധാനത്തിന് വേണ്ടി പടച്ചറപ്പ് ഇറക്കി തന്നിട്ടുള്ള ഈ ഖുർആനിൽ ജീവിക്കുമ്പോഴും അസ്വസ്ഥമായി കൊണ്ടാണ് ആളുകൾ പോകുന്നത് എങ്കിൽ ആഴത്തിലുള്ള ഖുർആനിക പഠനം നടക്കാത്തത് കൊണ്ട് മാത്രമാണ്. മിക്ക വീട്ടിലും പോകുമ്പോൾ എല്ലാവരും ഖുർആൻ ഓതുന്നവരാണെന്ന് പറയാറില്ലേ? എന്നിട്ട് പിന്നെ ചോദിക്കുമ്പോൾ പ്രശ്നങ്ങൾ നമ്മളിലേക്ക് അവതരിപ്പിക്കപ്പെടാറില്ലേ? മനസ്സിലാക്കേണ്ടതെന്താ? പ്രശ്നങ്ങൾ സങ്കീർണമായ മനസ്സുമായി ജീവിച്ചുകൊണ്ടിരിക്കും. എന്നാൽ പടച്ചറപ്പ് ഖുർആനിൽ ആവർത്തിതമായി പറഞ്ഞിട്ടുള്ള ഒരു ആശയത്തില്, ബഖറയിൽ പഠിപ്പിച്ചിട്ടുള്ള ഒരു ആശയം എന്താണ്? വൈമായതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഭയപ്പാട്, ഉൾക്കണ്ഠ, ആദി, വ്യാധി, ടെൻഷൻ, ഭൂതകാലത്തെ കുറിച്ചുള്ള സങ്കടങ്ങൾ, നഷ്ടബോധങ്ങൾ, ഇങ്ങനെയൊക്കെയായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോ വീടുകളിലേക്ക് കയറി ഇറങ്ങാൻ സാധിക്കുന്ന അവസരം കിട്ടിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നമുക്കും ഈ ഒരു മാസ കാലയളവിനുള്ളിൽ ഏതാണ്ട് 100-200 വീടുകൾ നിർബന്ധിതമായി കയറാനുള്ള വലിയ ഒരു ബാധ്യത ലഭിച്ചിരിക്കുകയാണ്. പലർക്കും അതൊരു പ്രശ്നമായി, പ്രയാസമായി സ്വീകരിക്കുമ്പോൾ അത് അവസരമായി നമ്മൾ അതിനെ കണ്ടു. പക്ഷെ ആ യാത്രകൾ, ആ പോകലുകൾ, ആ കണക്കെടുപ്പുകൾ നടത്തുമ്പോഴേക്കും ഓരോ വീട്ടകങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ആരും വായിക്കാത്ത, ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത പലതിനെയും നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഒരു സെൻസസ് ഉദ്യോഗസ്ഥൻ എന്ന നിലക്ക് ഒരാഴ്ചയായിട്ടുള്ളൂ. ഈ ഒരാഴ്ചയിലിടക്ക് തന്നെ ഒരുപാട് വീട്ടകങ്ങളിൽ ചെല്ലുമ്പോ അവര് നമ്മെ കേൾക്കാൻ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തുമായി പോകുമ്പോൾ ഒരു പ്രയാസം മാത്രമേ, പക്ഷെ ആളുകൾ നമ്മളെ കേൾക്കാൻ വീട്ടകങ്ങളിൽ അവർ കാത്തിരിക്കുന്നു.
അവര് ഇതിന്റെ സമയത്ത് പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നു. സംഗതി ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞങ്ങൾക്ക് മക്കളുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് സ്വത്തുണ്ടായിരുന്നു, പക്ഷെ എല്ലാം തട്ടി മക്കൾ പല ഭാഗത്തായിട്ട് പോയി, അവസാനം ഞാനും ഈ ഭർത്താവുമായിട്ട് ഇങ്ങനെ കഴിയുകയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ചിലത് പറയാറുണ്ടല്ലോ. അപ്പൊ നമ്മളവിടെ പറയുന്നത് ഈശ്വരൻ ഓരോരുത്തർക്കും ഓരോന്നും വിധിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവര് പിന്നെ വിടുന്നില്ല. അവിടെയാണ് നമ്മുടെ ധർമ്മപ്രസ്ഥാനത്തിന്റെ ഒരു പ്രാധാന്യം. എന്തുകൊണ്ടാണ് നമ്മളെ പിടിച്ചിരുത്തുന്നത്? ആളുകൾക്ക് അവിടെ മനസ്സിലേക്ക് കയറ്റാൻ പറ്റുന്ന ഒന്ന് നമ്മുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഖുർആനിന്റെ ഒരു ആയത്ത് കാണാതെ പഠിച്ചു വെച്ചിട്ട് ആ ആയത്ത് ഏതൊരു വീട്ടിലാണ് പോകുന്നത് അവിടെ നേരെ നോക്കിയിട്ട് ആ ആയത്ത് ഓതിക്കൊടുക്കും. ആശയത്തെക്കാൾ അപ്പുറത്ത് ചോദിക്കൊടുക്കണം. നമ്മുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പടച്ചറപ്പ് നമ്മളോട് പറയുന്ന ആയത്ത് ഇതാണെന്ന് അങ്ങനെ കൊടുക്കുമ്പോ നമ്മൾ പോലും അറിയാതെ പടച്ചറപ്പ് അവരുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന ഒരു ആശയത്തിലാണ് 10 മിനിറ്റ് എന്ന് പറയുന്നവർ 1.5 മണിക്കൂർ പിടിച്ചിരുത്തിയിട്ട് സംസാരം കേൾക്കാൻ വേണ്ടി നമ്മളെ കാതോർക്കുന്നുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ഈ കലാമിനെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിൽ അതിന് കുറെ നിർവൃതികളുണ്ട്. ഇതാണ് ഖുർആൻ പഠിപ്പിച്ച ഹിദായത്ത് എന്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. എന്റെ ഹിദായത്തിനെ, എന്റെ സന്മാർഗത്തെ ആരാണോ പിൻപറ്റുന്നത് അവർക്ക് ഭയപ്പെടേണ്ടതില്ല. മുസ്ലിം സമുദായത്തിനും ഇന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു വലിയ വിഷയം അതാകുന്നു. എല്ലായിടത്തും പറയുന്നത് ഭാവിയെ കുറിച്ച് വലിയ ആശങ്കകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, തീവ്രവാദ പ്രസ്ഥാനങ്ങൾ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആകെ വല്ലാത്ത അസ്വസ്ഥരായി ഇങ്ങനെ നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ ആരുടെ മുന്നിലും തലപിടിച്ച് നിർത്താൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ആശയം അല്ലാഹു പറയുന്നുണ്ട്. ലാ ഖൗഫുൻ അലൈഹിം. ഏതൊക്കെ ഭരണം മാറി വന്നാലും എന്തൊക്കെ സംവിധാനങ്ങൾ ഇവിടെ വന്നാലും ശരി, നിങ്ങൾക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. ഭാവിയെ കുറിച്ച് ആശങ്ക നമുക്കുണ്ടാകേണ്ടതില്ല. വലാഹും യഹ്സനൂൻ. ഒരുപാട് നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് ദുഃഖകരമായ അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ നോക്കേണ്ടതില്ല. മറിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ആഴത്തിലേക്ക് ഖുർആനികമായ പഠനത്തിലേക്ക്, ചിന്തകളിലേക്ക് വരാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അപ്പോൾ ആ ഖുർആൻ പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ഖുർആൻ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് വേണം. ഫൈദാ ഖറഅത്തൽ ഖുർആൻ ഫഅൻസിതു വസ്തമിഉ വഅൻസിതു. ഖുർആൻ ക്ലാസ്സിലാണ് നിങ്ങൾ എങ്കിൽ, ഖുർആൻ പഠിക്കുന്ന ഒരു സദസ്സിലാണ് എങ്കിൽ മറ്റൊന്നു പോലെയല്ല ആ സദസ്സ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിങ്ങൾ ഇസ്തമിഊല, ശ്രദ്ധിച്ചു കേൾക്കണമെന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. ഇസ്തമിഉ എന്നാണ്. സാധാരണ ഒരു കേൾവിക്കാണെങ്കിൽ ഇസ്മഅ് എന്നാണ് പറയുന്നത്. ഇസ്തമിഉ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് അത് കേൾക്കണമെന്നാണ് പറയുന്നത്. അവർ ദാഇ എന്ന നിലയ്ക്ക് ഖുർആൻ ക്ലാസ്സിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ ഒന്നുകിൽ ഞാൻ പഠിക്കുന്നവനാണ് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവനാണ്. രണ്ടിൽ ഏതെങ്കിലും ഒന്നിൽ പെട്ടിരിക്കണം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ നല്ലവർ ഖുർആൻ പഠിക്കുന്നവനാണ്, അത് പഠിപ്പിക്കുന്നവനാണ്. അങ്ങനെ ഒരു ഖുർആൻ ക്ലാസ്സിലേക്ക് നിങ്ങൾ എത്തിച്ചേരുമ്പോഴേക്കും നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കണം. വഅൻസിതൂല, നിങ്ങൾ നിശബ്ദരായിട്ടിരിക്കുകയും വേണം. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് ജീവിതത്തിൽ കരുണ ചെയ്യപ്പെട്ടേക്കാം, കാരുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തരികയും ചെയ്യുമെന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്ത് പലവട്ടം ആവർത്തിച്ച് രാത്രി മുഴുവൻ ചിന്തിച്ച് നമസ്കരിച്ചതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് എന്ന് പറയുന്നത് ഒരു തീം ആണ്. അവർ ഖുർആനിക ആയത്ത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിന്റെ ആ തീം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ട്. ഖുർആൻ പാരായണത്തിൽ അതിന്റെ അളവിനേക്കാൾ കൂടുതൽ ഗുണനിലവാരത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. കുറെ ഓതി ഇങ്ങനെ തീർത്ത് പോകുന്നതിനേക്കാൾ അപ്പുറത്ത്
ഒരായത്താണെങ്കിൽ ആ ഒരായത്ത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ തദബ്ബുറുൽ ഖുർആനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുക എന്നുള്ളത്. അങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് തദബ്ബുർ ചെയ്യേണ്ടത്? ഒന്ന്, അള്ളാഹുവിനോട് ഹിദായത്ത് ചോദിച്ചുകൊണ്ട് ആരംഭിക്കുക. അള്ളാഹു ഇറക്കിയിട്ടുള്ള ഹിദായത്ത്, ഇന്നഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഈ ഖുർആൻ നേരെ ചൊവ്വായ മാർഗത്തിലേക്ക് നിങ്ങളെ വഴി കാണിക്കുന്നു. അപ്പോൾ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്, പടച്ചവനെ ഹിദായത്തിന്റെ വഴികളിലേക്ക് നീ എന്നെ നയിക്കണമേ എന്നാണ്. വിശ്വാസി എന്ന നിലക്ക്, മുവഹ്ഹിദ എന്ന നിലക്ക് തൗഹീദിലാണ്, ഹിദായത്തിലാണ്, മുസ്ലിമാണ് എങ്കിലും ആവർത്തിതമായി 17 പ്രാവശ്യം നമ്മളോട് പറയുന്നുണ്ട് എങ്കിൽ ഹിദായത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യം ഉണ്ട് എന്ന് മനസ്സിലാക്കും. പടച്ചറപ്പ് നമുക്ക് നൽകിയ വലിയൊരു നിഅമത്താണ് ഹിദായത്ത്. ആർക്ക് ലഭിക്കാത്തത്? ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്നു, പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ബന്ധുവായ വ്യക്തിക്ക് പോലും ലഭിക്കാത്ത ഒരു ഹിദായത്ത് പടച്ചവൻ നമുക്ക് നൽകുന്നു. 950 കൊല്ലക്കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകന് ലഭിക്കാത്ത ഹിദായത്ത്, ഭാര്യയ്ക്ക് ലഭിക്കാത്ത ഹിദായത്ത് പടച്ചവൻ നമുക്ക് നൽകുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വാപ്പയ്ക്ക് ലഭിക്കാത്ത ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നു എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ ഹിദായത്തിൽ നിന്ന് ലലാലത്തിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, വൈകുന്നേരങ്ങളിൽ മുഅ്മിനായി ജീവിക്കുന്ന മനുഷ്യൻ പ്രഭാതമാകുമ്പോഴേക്കും കാഫിറായി മാറുന്നു. രാവിലെകളിൽ മുഅ്മിനാകുന്നവൻ വൈകുന്നേരമാകുമ്പോഴേക്കും സത്യനിഷേധത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ജീവിക്കുന്ന കാലഘട്ടത്തിൽ നാം അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇതെല്ലാം നടക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കാണുന്ന പുറമോടികളിലല്ല ഈ ചർച്ചകളും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലൂടെ തന്നെയാണ്. അവിടെ പിശാചി വിരിച്ചിരിക്കുന്ന വലകളിലേക്ക് നമ്മുടെ മക്കൾ, നമ്മൾ പോലും അറിയാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഹിദായത്ത് പടച്ചറപ്പിനോട് നിരന്തരമായി ചോദിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. 2, ഏത് ആയത്താണോ ആ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ വായിക്കേണ്ടത്. ഓരോ ആയത്തിനും സ്വയം ചോദിക്കേണ്ടത്, ഈ ആയത്ത് എന്താണ് പഠിപ്പിക്കുന്നത്? ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഖുതുബകളെ കുറിച്ചൊക്കെ ഒരു ഐഡിയോളജിയിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ ഖുതുബ എന്ന് പറയുന്ന ഒരു സമൂഹം മുന്നിൽ വന്നിരിക്കുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻഫർമേഷൻ ട്രാൻസ്ഫോർമേഷൻ ഏതാണ് അവർക്ക് നൽകേണ്ടത്? വന്നിരിക്കുന്ന സമൂഹത്തിന് അബൂലഹബിന്റെ ചരിത്രവും അബൂലഹബിന്റെ ഭാര്യന്റെ പേരും അബൂലഹബിന്റെ ആ ഒരു പശ്ചാത്തലങ്ങളും ഒക്കെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇൻഫർമേഷൻ, അതൊരു അന്വേഷണമാണ്. അത് നമ്മൾ പറയാതെ തന്നെ സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ കണ്ടെത്താൻ ഇന്ന് എല്ലാവിധ അവസരങ്ങളുമുണ്ട്. പക്ഷെ അതിന്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അബൂലഹബിനെ പോലെ ആരാധിക്കാൻ ഞാൻ ശ്രദ്ധിക്കണമെന്ന് പറയുന്നിടത്തേക്ക് ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു അർത്ഥത്തിലേക്ക് യഥാർത്ഥത്തിൽ ഒരു ആയത്ത്, ഒരു വാക്ക് പഠിക്കുമ്പോഴേക്കും ഈ ആയത്ത് എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഈ ആയത്തിൽ അല്ലാഹുവിന്റെ ഒരു കൽപ്പനയുണ്ടോ എങ്കിൽ ആ കൽപ്പന ഒന്നാമതായി ഞാൻ സ്വീകരിക്കണം. അല്ലെങ്കിൽ എന്തായിരിക്കും? വേദക്കാരോട് അല്ലാഹു പറഞ്ഞു, എന്താ പറഞ്ഞത്? അതഅമുറൂന നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിലി വതഖ്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ എന്നൊക്കെ അവരെ കുറിച്ച് പറയുന്നു. നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയാണ്. അതഅമുറൂന നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും, സ്വന്തത്തെ നിങ്ങൾ മറക്കുകയും ചെയ്യുന്നു. വഅൻതും തത്ലൂനൽ കിതാബ്, ആളുകൾക്ക് നിങ്ങൾ വേദം ഓതി കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ? അല്ലാഹുവിന്റെ ഒരു ആയത്തിനെ ആരും നിഷേധിക്കുന്നവരായി നിങ്ങൾ തന്നെയാകരുത്. വലാ തഖൂലു അവ്വല കാഫിരിൻ ബിഹി, അല്ലാഹുവിന്റെ ഒരു ആയത്തിനെ ആരും തന്നെ നിഷേധിക്കുന്നവർ നിങ്ങളായി തീരുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന് വേദക്കാരോട് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ അനുയായികളോട് വന്ന് പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ ആയത്തിനെ
ആദ്യമായി അതിനെ ഉൾക്കൊള്ളേണ്ടത് നമ്മളാണ്. അങ്ങനെ സമൂഹത്തിൽ ഇന്നും ആളുകൾക്ക് ആ ഒരു കാലഘട്ടവുമായി ഇന്നത്തെ കാലഘട്ടം ബന്ധിപ്പിച്ച് നോക്കിയാൽ നടക്കുകയില്ല. ഇത് ഇങ്ങനെയൊക്കെ പോയാലേ പറ്റുകയുള്ളൂ എന്ന് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാലഘട്ടത്തിൽ ഹറാമാക്കിയത് ഈ കാലഘട്ടത്തിലും ഹറാമ് തന്നെയാണ്. ഖിയാമത്ത് നാൾ വരെ തന്നെ അത് ഹറാമ് തന്നെയാണ്. അതിനെ എങ്ങനെയെല്ലാം വെള്ളപൂശി ഏതെല്ലാം രൂപത്തിൽ കടത്തിക്കൊണ്ടുവന്ന് തരുന്നാലും ശരി, അത് ഹറാമ് തന്നെയാണ്. പലിശ ഹറാമെന്ന് പ്രഖ്യാപിച്ചാൽ ഈ കാലഘട്ടത്തിൽ അത് ഹറാമാണ്. ഖിയാമത്ത് നാൾ തന്നെ ഹറാമാണ്. ആ ഹറാമിലേക്ക് പോയാൽ അതിന്റെ പ്രത്യാഘാതം ഖുർആൻ പറഞ്ഞ രൂപത്തിൽ തന്നെ അത് പോവുകയുള്ളൂ. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. കച്ചവടത്തിലൂടെ കച്ചവടത്തെ അല്ലാഹു ഹലാലാക്കി, പലിശ അല്ലാഹു ഹറാമാക്കി. യംഹഖുല്ലാഹു റിബ, അല്ലാഹു പലിശയെ ക്ഷമിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അല്ലാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കുന്നതും യഥാർത്ഥത്തിൽ പാടുള്ളതല്ല. ഹറാം ഹലാൽ എന്ന് പറയുന്നത് കാലഘട്ടത്തിന് അനുസൃതമായി കൊണ്ട് മാറ്റിത്തിരിക്കുവാനുള്ളതല്ല എന്നൊരു ചിന്തയിലേക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഖുർആനിന്റെ കൽപ്പനകളിലേക്ക് പഠിക്കുമ്പോൾ ഇവിടെ അള്ളാഹുവിന്റെ ഒരു കൽപ്പനയുണ്ടോ, അള്ളാഹുവിന്റെ ഒരു വിലക്കുണ്ടോ, അള്ളാഹുവിന്റെ ഏത് ഗുണമാണ് ഇവിടെ പറയുന്നത്, ഇത് എന്റെ ജീവിതത്തിൽ എങ്ങനെ നടപ്പാക്കാം എന്നതിനെ കുറിച്ചുള്ള ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ ഒരു കച്ചവടക്കാരനെ കുറിച്ച് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും. ഒരു കച്ചവടക്കാരൻ, ഇറച്ചി കച്ചവടക്കാരനായ ഒരു വ്യക്തി തന്റെ ത്രാസ് കൊണ്ടുപോയി തൂക്കി നോക്കിയപ്പോഴേക്കും ആ ത്രാസിന്റെ അളവിൽ ചില കുറവുകൾ ഉള്ളതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിലേക്ക് വന്നിട്ടുള്ള സമ്പത്തിന്റെ നല്ലൊരു ഭാഗവും ഹറാമിന്റേതായിട്ടുള്ള മുതലുകളായിരുന്നു. അദ്ദേഹം ആ ഇറച്ചി കൊടുത്ത് തനിക്ക് അറിയാവുന്ന ആളുകളെയെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് അത് അദ്ദേഹം തിരിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹത്തെ സ്വാധീനിച്ചത് എന്താണ്? അദ്ദേഹം ഖുർആൻ പഠിച്ചതിലൂടെ അദ്ദേഹത്തിന് കിട്ടിയത് വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദാ ഖാലു അലന്നാസി യസ്തൗഫൂൻ വഇദാ ഖാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ അലാ യظنു ഉലൈക അന്നഹും മബ്ഊസൂൻ. ദുനിയാവിൽ നിന്ന് രക്ഷപ്പെട്ടാലും ദുനിയാവിന്റെ അല്പ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് തന്റെ പരലോകത്തെ മറന്നാൽ പടച്ചറപ്പ് പരലോകത്തേക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നുണ്ട്. അവൻ വിചാരിക്കുന്നില്ല ഒരു പരലോകമുണ്ട്. ഈ ചിന്തയാണ് ആ ഒരു സഹോദരനെ തന്റെ കച്ചവട മേഖലയിൽ ശുചീകരണം നടത്താൻ വേണ്ടി പ്രേരിപ്പിച്ചത്. ആ വചനങ്ങളാണ് എങ്കിൽ അത്തരത്തിലുള്ള ആയത്തുകൾ നമ്മുടെ മനസ്സുകളെ സ്വാധീനിക്കേണ്ടതില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആയത്തുകൾ ഓതുമ്പോൾ ചിരിക്കാറുണ്ട്. കാരണം സന്തോഷ വാർത്തകൾ അറിയിക്കുന്ന അവസരത്തിൽ സന്തോഷമുള്ളവരാവുകയും ചില സമയങ്ങളിൽ കരയുന്ന വേളകളിൽ ആ നരകത്തെ കുറിച്ചും പരലോകത്തെ കുറിച്ചും പറയുന്ന സമയത്ത് കരച്ചിൽ വരുന്നുണ്ട് എങ്കിൽ ആ കരച്ചിൽ വരാൻ എന്റെ ഹൃദയത്തിലേക്ക് അതിന് അവസരം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അത് തദബ്ബുർ ഖുർആന്റെ ഭാഗമായിട്ടുണ്ട്. ആയത്തിലൂടെയൊക്കെ നമ്മൾ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും ഉള്ളറകളിലേക്ക് അത് പോകുന്നില്ല, കടക്കുന്നില്ല എങ്കിൽ ആ ഒരു വിഭാഗത്തെ കുറിച്ചാണ് പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലപിക്കുന്നത്. എന്താ? യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. എന്റെ രക്ഷിതാവേ, ഇന്ന ഖൗമി, തീർച്ചയായും എന്റെ ഈ ജനത, മറ്റേവനൊന്നുമല്ല, ഖുർആനിൽ സുവാസം പറഞ്ഞത് എന്റെ ഖൗം, എന്റെ ജനത, ഇത്തഖദു, അവർ ആക്കി മാറ്റിയിരിക്കുന്നു, ഹാദൽ ഖുർആന മഹ്ജൂറാ, ഈ ഖുർആനിനെ പുറന്തള്ളപ്പെട്ടതാക്കി കളഞ്ഞിരിക്കുന്നു. അജറ, മഹ്ജൂർ എന്ന് പറയുന്നത് ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വീകരിക്കാൻ പറഞ്ഞ നിലപാടുകളിൽ ഒന്നാണ്. 4 നിലപാടുകൾ പറഞ്ഞു. അതിലൊന്ന് വഹ്ജുറുഹും അനിൽ മവാജി, കിടക്കറയിൽ നിന്ന് അകറ്റി നിർത്തണം. 2 കിടക്കറയിലല്ല, ഒരേ കിടക്കറയിൽ തന്നെ അകന്നു നിൽക്കുന്നതിന് പറയുന്ന പേരാണ് അവിടെ പഠിപ്പിച്ചത്. എങ്കിൽ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടതായ ഈ ഖുർആനിനെ അവർ പുറന്തള്ളപ്പെട്ടതാക്കി കളഞ്ഞിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിലേക്ക് സമൂഹം വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോകുന്നത്. മറിച്ചോ ആ ഖുർആനെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിനെ പടച്ചവൻ കൃത്യമായ വഴി കാണിച്ചു. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ലദീന ജഹദൂ ഫീനാ ലനഹ്ദിയന്നഹും
സുബലനാ. ദഅവാ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും ഒക്കെ കാലാവശേഷമായി പോയിട്ടുണ്ട്, നാമാവശേഷമായി പോയിട്ടുണ്ട്. നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഖുർആനിനെ യഥാർത്ഥമായ രൂപത്തിൽ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ തദബ്ബുറിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കും. പറഞ്ഞല്ലോ, ഈമാൻ എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കണം. ജദ്ദിദു ഈമാനക്കും, നിങ്ങൾ നിങ്ങളുടെ ഈമാൻ പുതുക്കിക്കൊണ്ടിരിക്കണം. എങ്ങനെയാണ് പുതുക്കാൻ സാധിക്കുക? ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേസമയം വിശുദ്ധ ഖുർആൻ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മുഅ്മിനൂന അല്ലദീന ആമനൂ ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാൻ. അല്ലാഹുവിന്റെ ആയാത്തുകളാണ് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്നത്. അപ്പൊ ഈമാൻ വർദ്ധിപ്പിക്കണമെങ്കിൽ ഖുർആനിന്റെ യഥാർത്ഥമായ ആ ചിന്തയിലൂടെ തന്നെ പോയാൽ ഈമാൻ വർദ്ധിപ്പിക്കും. എല്ലാവർക്കും ഈമാൻ എന്തുകൊണ്ട് വർദ്ധിപ്പിക്കുന്നില്ല, കിട്ടുന്നില്ല? ആഴത്തിലേക്ക് ഖുർആനിലേക്ക് ചെല്ലുമ്പോഴാണ് അത് നമുക്ക് വളർത്തിയെടുക്കുവാൻ സാധിക്കുക. അതുപോലെ തന്നെ അല്ലാഹുവുമായുള്ള ബന്ധം ശക്തമാക്കാൻ സാധിക്കുന്നു. നമ്മുടെ ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്നു, സ്വഭാവം മെച്ചപ്പെടുന്നു, തീരുമാനങ്ങളിൽ അല്ലാഹുവിന്റെ മാർഗ്ഗനിർദ്ദേശം ലഭിക്കുന്നു, ദുആകളിൽ ആത്മാർത്ഥത ഇഖ്ലാസ് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നു. ഇങ്ങനെയാണ് തദബ്ബുർ ഖുർആനിലൂടെ പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ. ഖുർആൻ പാരായണം ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇബാദത്താകുന്നു, ഒരു ആരാധനയാകുന്നു. അതിന്റെ സന്ദേശം മനസ്സിലാക്കിക്കൊണ്ട് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ ബാധ്യത. അതുകൊണ്ട് ഒരു ദിവസം ഒരായത്തെങ്കിലും, ഒരു ദിവസത്തിൽ ഒരു ആയത്തെങ്കിലും ചിന്തിക്കുവാൻ, പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ, ആഴത്തിൽ ഗഹനമായി ഇതിനെക്കുറിച്ച് വിശാലമായി മനസ്സിലാക്കുവാനുള്ള സമയവും സന്ദർഭങ്ങളും യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. മുന്നോട്ട് നമ്മെ പ്രേരിപ്പിക്കുന്ന, മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഈ കിതാബാണ്. നമ്മൾ മരിച്ചാൽ നമ്മുടെ ഇമാമത് ഖുർആനാണ്. പരലോകത്ത് നമുക്ക് ശുപാർശകനായിട്ട് വരുന്നത് ഖുർആനാണ്. എങ്കിൽ ആ ഖുർആനിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രത്തോളം ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ഒരു സമൂഹത്തിന് വേദവാക്യം ഓതിക്കൊടുക്കാൻ വേണ്ടി തിരിക്കുമ്പോൾ ആദ്യം എന്നെ സ്വയം ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ, ഞാൻ അതിനകത്ത് കൃത്യമായ ഒരു മാർഗം കണ്ടെത്തിയെങ്കിലേ അല്ലാഹുവിനെ മാറ്റുകയുള്ളൂ. കാരണം നേരത്തെ സൂചിപ്പിച്ച ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, സ്വന്തത്തിൽ മാറ്റം വരുത്താത്തിടത്തോളം കാലം ഒരു സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുകയില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മുടെ അധ്വാനം പാഴായി പോകാതിരിക്കാൻ, മുന്നിൽ നടക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവായിട്ടുള്ളതാണ്. നമ്മൾ ദുആ ചെയ്യുന്നത് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങളായ ആളുകൾക്ക് ഇമാമാക്കി മാറ്റണം. അപ്പോൾ നമ്മുടെ ഭക്തി എത്രത്തോളം ഉണ്ടാകും? ആളുകൾ ഖുർആൻ പഠിക്കണമെന്ന് പറയുന്നിടത്തേക്ക് എത്തുമ്പോൾ ആ ഖുർആനെ ഞാൻ എത്രത്തോളം പഠിക്കണം? മുത്തഖീങ്ങളുടെ മുന്നിൽ നടക്കാനുള്ള യോഗ്യതയ്ക്ക് മുന്നിൽ പോകുമ്പോൾ അതിനേക്കാളും വലിയ തഖ്വാ ബോധം ഉണ്ടാകും. ആ തഖ്വയിലേക്ക് എത്തുമ്പോഴാണ് നരകത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുന്നത്. വസയു ജന്നബുഹൽ അത്ഖ എന്ന് പറയും. വസയു ജന്നബുഹൽ അത്ഖ, ഏറ്റവും സൂക്ഷ്മത പാലിച്ച ഒരുവൻ, അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് അകറ്റി നിർത്തും. അതുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ വിശുദ്ധ ഖുർആനുമായിട്ടുള്ള നല്ലൊരു മാനസിക ബന്ധം വെച്ചു പുലർത്തുവാൻ വേണ്ടി നമ്മൾ തയ്യാറാണ്. ഹിഫ്ളാക്കുക എന്നുള്ളത് പ്രക്രിയമായി നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഹിഫ്ള് കേന്ദ്രങ്ങളിലേക്ക് അവിടെ ചെല്ലുമ്പോഴും അവിടെയുള്ള കുഞ്ഞുങ്ങളെ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ആശയം ഒരുപാട്. ഇപ്പം എൻ്റെ മഹല്ല് എന്ന് പറയുന്നത് ഏകദേശം 10-15 ഹാഫിളീങ്ങളുള്ള മഹല്ല്